BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജനീവയിൽ നടക്കുന്ന 112ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ബഹ്റൈൻ പങ്കെടുത്തു. തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പങ്കെടുത്തത്. സർക്കാർ പ്രതിനിധികൾ, ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തൊഴിൽ വിപണിയിലെ ആശങ്കകളും വെല്ലുവിളികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുക വഴി തൊഴിൽ വിപണിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പ്രവണതകളെ സ്വീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി തന്റെ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി. തൊഴിലവകാശങ്ങൾ നൽകുന്നതിന് മെച്ചപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ബഹ്റൈന്റെ പ്രത്യേകത. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തൊഴിൽ നയം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് ഹോങ്ബോയുടെ റിപ്പോർട്ട് സമ്മേളനം ചർച്ച ചെയ്തു. സാമൂഹിക നീതിയുടെയും സാമൂഹിക കരാർ പുതുക്കലിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നതാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ആകാസ് എന്ന പേരിൽ യുവശാക്തീകരണ പരിപാടി നടത്തുന്നു. 13 വയസ്സുള്ള കുട്ടികൾക്കായാണ് സാമൂഹിക സേവനം, പരിസ്ഥിതി സംരക്ഷണം, ചാരിറ്റി, സോഷ്യൽ വർക്ക് മൊഡ്യൂളുകൾ രൂപകൽപ്പന, ഫണ്ട് ശേഖരണം, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ILA അംഗങ്ങളുടെയും അംഗമല്ലാത്തവരുടെയും കുട്ടികൾക്ക് പങ്കെടുക്കാം. സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റാൻ ഉദ്ദേശിച്ചാണ് പരിപാടിയെന്ന് ILA പ്രസിഡന്റ് കിരൺ മാംഗ്ലെ പറഞ്ഞു. അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി ആകാസ് മാറും. ILA അംഗങ്ങളായ ഡോക്ടർ ഹേമലത സിംഗ്, സോദി സനബ്, പ്രിയങ്ക ജസാൽ എന്നിവർ നേതൃത്വം നൽകും. പരിസ്ഥിതി ദിനത്തിൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാർ ILA വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. പരിസ്ഥിതി പ്രവർത്തകനായ കെയ് മിത്തിങ് പങ്കെടുത്തു. ആകാസ് പ്രവേശനത്തിനായി മെമ്പർഷിപ്പ് സെക്രട്ടറി ഹിലഡ ലോബോയെ 9736999011 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഗൂഗിൾ ഫോമുകൾ വഴി അപേക്ഷ സ്വീകരിക്കും. ILA അംഗങ്ങളുടെ കുട്ടികൾക്ക് 40 ദിനാറും അംഗങ്ങളല്ലാത്തവരുടെ കുട്ടികൾക്ക് 55 ദിനാറുമായിരിക്കും ഫീസ്. ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സയ്യിദ് ജവാദ് ഹസൻ ഹജ്ജ് മിഷൻ ഏകോപന സമിതി അംഗങ്ങളുമായും ഹജ്ജ് മിഷൻ മെഡിക്കൽ കമ്മിറ്റി അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. പുതിയ ഹജ്ജ് ക്രമീകരണങ്ങളും തീർത്ഥാടകർക്ക് ആവശ്യമായ വിഭവങ്ങളുടെയും ലഭ്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. രാജാവ് ഹമ്മദ് ബിൻ ഈസാൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ തുടർ നടപടികളുടെയും വെളിച്ചത്തിൽ തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ പരിപാലന സേവനങ്ങളും ചികിത്സകളും നൽകാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത മന്ത്രി അടിവരയിട്ട് പറഞ്ഞു. മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും ആരോഗ്യ പ്രവർത്തകരെയും വിന്യസിക്കാനും ഫീൽഡ് ക്ലിനിക്കുകളിൽ മരുന്നുകളും ആരോഗ്യ സംവിധാനങ്ങളും ഉറപ്പാക്കി തീർത്ഥാടകരുടെ ആരോഗ്യ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഹജ്ജ് മെഡിക്കൽ മിഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൊല്ലം പ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ബുധയ്യ ഏരിയ സമ്മേളനം നടന്നു. KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കോർഡിനേറ്റർ നവാസ് ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും ഏരിയ ട്രഷറർ വിജു വിജയൻ അവതരിപ്പിച്ചു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി KPA സെക്രട്ടറി സന്തോഷ് കാവനാടിന്റെ നേതൃത്വത്തിൽ നടന്നു. പ്രസിഡന്റ് പ്രസാദ് കൃഷ്ണൻകുട്ടി, സെക്രട്ടറി വിജു വിജയൻ, ട്രഷറർ നിസാം, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ബിജു ഡാനിയൽ എന്നിവരെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു. നിയുക്ത ട്രഷറർ നിസാം നന്ദി പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ഒരുക്കുന്ന ആലേഖ് 2024 ചിത്രരചനാ മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ വിവിധ സ്കൂളുകളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു വരുന്നു. ജൂൺ 14-നാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സ്കൂളിൽ ഇസ ടൗൺ ക്യാമ്പസിൽ നടക്കുന്ന മത്സരത്തിൽ 50-ലേറെ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം മത്സരാർത്ഥികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സ്കൂളിന്റെ അക്കാദമിക് കലണ്ടറിലെ സുപ്രധാന ഇനമായിരിക്കും ആലേഖ് എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികളും മുതിർന്ന കലാകാരന്മാരും ഉൾപ്പെടെ 2500 പേരെയാണ് മത്സരത്തിന് പ്രതീക്ഷിക്കുന്നത്. സ്കൂളുകൾ വിപുലമായ പങ്കാളിത്തം ഉറപ്പാക്കി വിദ്യാർത്ഥികളെ മത്സരത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ അറിയിച്ചു.
വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആവശ്യമായ അംഗീകാരം പരിപാടിക്ക് ലഭിച്ചു കഴിഞ്ഞതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. ചിത്രകലയെ പരിപോഷിപ്പിക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും സ്കൂൾ അധികൃതർ രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. 5 മുതൽ 18 വരെ പ്രായപരിധിയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും 18 മുകളിലുള്ള മുതിർന്ന കലാകാരന്മാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. രജിസ്ട്രേഷനുള്ള അവസാന ദിവസം ജൂൺ 10. സ്കൂളുകൾക്ക് ടീമുകളായി ഹാർമണി എന്ന വിഭാഗത്തിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും. ഈ മത്സരം 12-18 പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ കൂട്ടായ്മയെയും സർഗാത്മകതയെയും വളർത്തുന്നു. ചിത്രകലോത്സവത്തിന്റെ സമാപനം അവാർഡ് ദാനത്തോടെ വൈകുന്നേരം സമാപിക്കും. വിജയികളെ അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുത്ത കലാസൃഷ്ടികൾ സ്കൂൾ മേളയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ബഹ്റൈനിലെ വളർന്നുവരുന്ന കലാകാരന്മാരുടെ ഒത്തുചേരലിനും കലാസാക്ഷാത്കാരത്തിനും ഇന്ത്യൻ സ്കൂൾ വേദിയൊരുക്കും. എല്ലാ കലാസ്നേഹികളെയും രക്ഷിതാക്കളെയും കമ്മ്യൂണിറ്റി അംഗങ്ങളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. isbaart@indianschool.bh എന്ന വിലാസത്തിലും എൻട്രികൾ അയക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്നതിനും ദയവായി 39152628 എന്ന നമ്പറിലോ 39804126 അല്ലെങ്കിൽ 36111670 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. വാഹനങ്ങളുടെ പുക പരിശോധനയ്ക്ക് വാഹൻ 2 എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നു. പുക പരിശോധനയിൽ പല സ്ഥലങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്തതിനെ തുടർന്നാണ് പുതിയ ആപ്പ് മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കിയത്. ഇതുപയോഗിച്ച് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ്, വാഹനത്തിന്റെ ഫോട്ടോ, വാഹന പുക പരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്ന വീഡിയോ എന്നിവ അപ്ലോഡ് ചെയ്യണം. തുടർന്നാണ് പരിശോധന. ഇതിന്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിയ ശേഷം ഫലം ലഭിക്കും. പാസ്സാകാത്ത വാഹനങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നൽകും. പരാജയപ്പെട്ടാലും ടെസ്റ്റിംഗ് ഫീസ് നൽകണം. കെയിം പരീക്ഷയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ തിരക്ക് കണക്കിലെടുത്ത് മംഗളൂരു തിരുവനന്തപുരം റൂട്ടിലെ 4 സർവീസുകൾ അധികമായി ഒരു ജനറൽ കോച്ച് അനുവദിച്ചു. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് ട്രെയിനിന് ജൂൺ 7, 8, 9, 10 തീയതികളിലും തിരിച്ചുള്ള ട്രെയിനിന് ജൂൺ 7 മുതൽ 11 വരെയും അധികമായി ഒരു കോച്ചുണ്ടാകും. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിന് ജൂൺ 7 മുതൽ 10 വരെയും തിരിച്ചുള്ള വണ്ടിക്ക് 7 മുതൽ 11 വരെയും അധിക കോച്ചുകളും ഉണ്ടായിരിക്കും. പേവിഷബാധയ്ക്കെതിരെ ഊർജിത പ്രതിരോധം നടത്തുന്നതായി ആരോഗ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴും ആശങ്കപ്പെടുത്തുന്ന മരണക്കണക്കുകൾ. 6 മാസത്തിനിടെ 16 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 5 മരണം സമാന ലക്ഷണത്തോടെയാണ്. ഒരാഴ്ചയ്ക്കിടെ 2 മരണം റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ ഏറെയും കുട്ടികളും ചെറുപ്പക്കാരുമാണ്. നായ്ക്കളുടെയോ പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെയോ കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവയ്പ് യഥാസമയം എടുക്കാത്തത് മൂലം സംഭവിക്കുന്ന മരണങ്ങളാണ് വർധനയ്ക്ക് കാരണമെന്നും ആരോഗ്യവകുപ്പ്. തെരുവുനായ് ആക്രമണം മൂലം സംഭവിക്കുന്ന പേവിഷബാധയും വർദ്ധിക്കുകയാണ്. 4 വർഷത്തിനിടെ തെരുവുനായ് ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചത് 47 പേരാണ്. 2020 മുതൽ 24 ജനുവരി വരെയുള്ള കണക്കുകളാണിത്. ഇക്കാലയളവിൽ 10 ലക്ഷത്തിലധികം പേരാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത്. 22 പേരുടെ മരണകാരണം പേവിഷബാധയാണെന്ന് സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. സ്ഥലം മാറ്റ പട്ടികയിൽ ഇടം നേടിയ 8,000-ഓളം ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പളം മുടങ്ങി. സ്ഥലമാറ്റം കോടതി കയറി അനിശ്ചിതാവസ്ഥയിലായതിനെ തുടർന്നാണ് 8,007 അധ്യാപകർക്ക് ശമ്പളം മുടങ്ങിയത്. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താത്തതാണ് ശമ്പളം മുടങ്ങാനുള്ള കാരണം. സർക്കാർ അഭിഭാഷകന്റെ അസൗകര്യം കാരണം 2 തവണ കേസ് മാറ്റിവെച്ചു. വരുന്ന 11-ന് കേസ് വീണ്ടും പരിഗണിക്കും. അധ്യയന വർഷം തുടങ്ങിയിട്ടും എവിടെ ചുവടുറപ്പിക്കണമെന്ന ആശങ്കയിലാണ് ട്രാൻസ്ഫർ കുരുക്കിൽപ്പെട്ട അധ്യാപകർ. നേരത്തെ ഇറക്കിയ ഉത്തരവ് പ്രകാരം 7,618 അധ്യാപകർ തങ്ങളുടെ പുതിയ സ്കൂളുകളിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥലംമാറ്റ പട്ടിക കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. ഇതോടെ 389 പേരുടെ സ്ഥലംമാറ്റം തടയപ്പെട്ടു. പട്ടിക റദ്ദാക്കിയത് സ്ഥലം മാറിയവരെയും ബാധിച്ചിട്ടുണ്ട്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തെങ്കിലും കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ശമ്പളത്തിനായി എഴുതി നൽകാനും സാധിക്കുന്നില്ല. പട്ടിക റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചാൽ ഉടൻ പുതിയ പട്ടികയുണ്ടാക്കി സ്ഥലം മാറ്റം നടത്തേണ്ടി വരും. ആ പട്ടികയിൽ എങ്ങോട്ടേക്കാവും മാറുകയെന്നതറിയാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് അധ്യാപകർ പറയുന്നത്. കോടതി ഉത്തരവ് വരട്ടെ എന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.